ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 24 ട്രാവൽ. 24 ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടാ. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ വീഡിയോ ചെയ്യാനത് കുറച്ച് ജോലി സംബന്ധമായിട്ട് കുറച്ച് തിരക്കുകളൊക്കെ വന്ന് അതുകൊണ്ട് നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഇത്ര നാളും വൈകിയത് വീഡിയോ ഒക്കെ ഇടാനായിട്ട്. ഏകദേശം ഒരാഴ്ചത്തെ കൂടുതലായി തോന്നുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസമായിട്ട് നല്ല മഴയാണ്. രാത്രിയും പകലൊക്കെ ആയിട്ട് നല്ല മഴയാണ്. അപ്പം ഇപ്പോഴും മഴയുണ്ട്. കുറച്ചു നേരം മുമ്പ് ഇത്തിരി മഴ തോർന്നുള്ളൂ, അപ്പോഴേക്കും വീണ്ടും മഴയായി. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും മഴ വന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പൊക്കെ വീഡിയോ ചെയ്തേക്കണ ആ പാടൂലേ, ആ പാടത്തിൻ്റെ ഒരു അവസ്ഥ കാണിച്ചരാട്ട്. ഇപ്പം അത് നോക്കിയേ, എൻ്റെ പുറകെ കാണുന്നതാണ് ആ പാടം. നമ്മൾ നടന്നുകൊണ്ടിരുന്ന പാടങ്ങളാണ് അത് ഇടാം. ഇപ്പോൾ അതേ അത്യാവശ്യം വെള്ളമൊക്കെ കയറി തുടങ്ങി. പിന്നെ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഫുട്ബോളിൻ്റെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ട്രാക്ടറൊക്കെ വെച്ച് അടിച്ച്. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അവർ കളിച്ച്. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇപ്പോൾ ഇതേ മഴ പെയ്തതിന് ശേഷം അവർക്ക് കളിക്കാൻ പറ്റാണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ ആയി. ഇപ്പോൾ നല്ല ചെളിയാണ്. പിന്നെ എന്തായാലും ഇനി മഴയൊക്കെ മാറിയതിന് ശേഷം വീണ്ടും അവർക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചങ്ങോട്ട് പാടത്തേക്ക് പോകുന്നുണ്ട് ഇറങ്ങി. അപ്പോൾ ചില സമയത്ത് ലൈറ്റ് പോകുന്നുണ്ട്. മഴ ഉള്ളതുകൊണ്ട് ഞാൻ കുട എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ലൈറ്റ് ഡിമ്മായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മളിത് പാടത്തേക്ക് ഇറങ്ങാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് പാടത്തേക്ക് ഇറങ്ങിയിട്ടാ. നമ്മളിത് ഒരു 3-4 വീഡിയോ നമ്മൾ ഈ പാടത്ത് ചെയ്തേക്കാൻ തന്നെ. ഇപ്പോഴത്തേക്ക് ഈ പാടത്ത് നമ്മൾ മൊത്തം നടന്ന് കണ്ടതാണ്. നമ്മളൊരു കിളിയുടെ മുട്ടയൊക്കെ കാണിച്ചു തന്നായിരുന്നില്ലേ, 2 വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ മുട്ടയൊക്കെ വിരിഞ്ഞാന്നറിയില്ല. അച്ഛൻ അവിടെയൊക്കെ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ അതേ ഈ തോട്ടിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പോൾ എന്തായാലും ഇത് ഇവിടെ കണ്ട് ചെരുപ്പ് ഊരിയിട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ചെരുപ്പൊക്കെ നമ്മളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പാടത്തേക്ക് പതിയെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2-3 മഴ പെയ്തപ്പോഴേക്കും ഈ പാടത്ത് നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മീനൊക്കെ കയറി വരുന്നൊരു ടൈമാണ്. അതായത് നേരത്തെ ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഇറങ്ങണനുസരിച്ച് മീനൊക്കെ നേരെ പുഴയിലേക്കും അതുപോലെയുള്ള ചെറിയ ചെറിയ കുഴികളിലേക്കൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീനൊക്കെ തിരിച്ച് ഇപ്പം കയറി വരുന്ന ഒരു ടൈമാണ്. 2 മഴ അല്ലെങ്കിൽ 3 മഴയൊക്കെ പെയ്യുമ്പോഴേക്കും മീനൊക്കെ അങ്ങനെ ചാലുകളിലേക്ക് കയറി വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ഇവിടെ നടന്നൊക്കെ ഇതൊന്ന് കാണാമെന്ന് ചോദിച്ചത്. ഇതാണ് ഫുട്ബോൾ ഗ്രൗണ്ട് കേട്ടോ. ഇവിടെ പിള്ളേർ കളിക്കാറൊക്കെ ഉണ്ട്. അപ്പോഴേക്കും മഴയൊക്കെ ആയി. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 3 ദിവസമായി നന്നായിട്ട് മഴ പിടിച്ചിട്ട്. കണ്ടോ, നമ്മൾ നടന്ന സ്ഥലമൊക്കെയാണ് അവിടെ. അതേ അപ്പുറത്തെ സൈഡിലൊക്കെ ആൾക്കാർ ചൂണ്ടയൊക്കെ ഇടണം കേട്ടോ, മീൻ പിടിക്കുന്നുണ്ട്. അതായത് നമ്മളിത് നടന്ന് ഏകദേശം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കയറി അതേ നടന്ന സ്ഥലത്തൊക്കെ ആണ് നമ്മൾ എത്തിയേക്കണേ കേട്ടോ. അപ്പോൾ ഈ തോട്ടിൽ കൂടെ ഇവിടെ ചെറിയൊരു തോടുണ്ട് കണ്ടോ. ഈ തോട്ടിലൂടെ മീനൊക്കെ കയറി മുകളിലോട്ട് വരണ ടൈമാണ് ഇപ്പം. പൂളൊക്കെ ഇരിക്കുന്നിടത്തൊക്കെ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും. അവർ ആ ചെറിയ മീനുകളൊക്കെ പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കണത്. കൂടുതലും ഈ ഊത്തൽ മീൻ എന്നൊക്കെ പറയണം ഞങ്ങളുടെ ഇവിടെയൊക്കെ. വേറെ എന്തെങ്കിലുമൊക്കെ പേര് പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ കയറുന്നുണ്ട മീനൊക്കെ ഇങ്ങനെ കയറി വരും. ഗൈസ്, അപ്പോൾ നമ്മളിത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ എത്തിയിടുന്നുണ്ടാ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷെ ബൂട്ടൊക്കെ ഇട്ട് കളിക്കാനായിട്ട് കുറച്ച് റിസ്ക് ആയിരിക്കും. ഓടിക്കഴിഞ്ഞാൽ എത്തേമില്ല അവർക്ക്. പിള്ളേർ അല്ലേ കുറേ പേരുണ്ട് കേട്ടോ. കുറേ ഈവനിങ്ങിലൊക്കെ കുറേ പേര് വന്ന് ഇവിടെ കളിക്കുന്ന സ്ഥലമാണിത്. ഗൈസ്, നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോവാം. നമ്മൾ ആ കിളീനൊക്കെ കണ്ടത്, അതിൻ്റെ മുട്ടയൊക്കെ കണ്ട സ്ഥലത്തേക്ക് പോവാം. എനിക്ക് തോന്നണത് ചിലപ്പോൾ ആ മുട്ടകളൊക്കെ നശിച്ച് പോകാൻ ചാൻസ് ഉള്ളൂ. വിരിയാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടപ്പോഴൊക്കെ അധികം ദിവസമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല മുട്ടകളൊക്കെ ഇട്ടിട്ട്. നമുക്കതിൻ്റെ പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ഒരുപാട് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് ചുറ്റും കുറേ പപ്പുകൾ കാര്യങ്ങളൊക്കെ ഇരുന്നേനെ. പിന്നെ നന്നായിട്ട് ആ സൈഡൊക്കെ ഇങ്ങനെ വകഞ്ഞ് വെച്ച് കുറേ കരിയിലൊക്കെ വെച്ചിട്ട് അവർ നല്ലൊരു അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായേനെ. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ
അതുകൊണ്ട് തന്നെ മിക്കവാറും ആ മുട്ടകളൊക്കെ നശിച്ചു പോകാനേ ചാൻസ് ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും അപ്പുറ സൈഡിൽ പോകാം. മുട്ടകളൊന്നും കാണാൻ പറ്റൂല, എന്നാലും അവിടെയൊക്കെ വെള്ളം കയറിയേക്കാണ്. നമുക്ക് അപ്പുറത്ത് നമ്മൾ നിന്ന സൈഡൊക്കെ ഒന്ന് പോകാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. നമ്മളിത് ഈ ചെറിയൊരു ചാലിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങാൻ പോകട്ടോ. അത്യാവശ്യം നമ്മൾ കുഴപ്പമില്ലാണ്ട് കടന്നു വന്നിട്ടുണ്ട്. അതേവിടെ പോത്തൊക്കെ നിൽക്കണ്ട. ഇനിയിപ്പോൾ മഴ പിടിച്ച് കഴിയുമ്പോൾ പാടം നിറച്ചും പോത്തുകളും ചൂണ്ടക്കാരൊക്കെ ആയിരിക്കുള്ളൂ. ഗൈസ് ഇവിടെയൊക്കെ നമ്മൾ നടന്ന സ്ഥലമാണ്, അറ്റം വരെയൊക്കെ നമ്മൾ നടന്നേക്കണ സ്ഥലമാണ്. ഇപ്പോഴത്തേക്ക് ശരിക്കും വെള്ളമൊക്കെ കയറി അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ടാ. ആഹാ, ഞാൻ കൊടയൊന്ന് മാറ്റി പിടിച്ചിട്ടാ, കുറച്ച് മഴ കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടയൊക്കെ ഞാൻ കുറച്ച് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഗൈസ് അത്യാവശ്യം നല്ല മഴയുണ്ട്. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ട് അത്യാവശ്യമായിട്ട്. ആവശ്യത്തിലധികം മഴ കൊള്ളണമെന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെയാണ് ഇതിൽ കൂടെയൊക്കെ നടന്ന് പോയേക്കണ ഒരേ സ്ഥലമാണ്. എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് ചെറിയൊരു ഭയമുണ്ട് കേട്ടോ. വേറെ അങ്ങനെ നടന്നു നോക്കാം. ഞാൻ കൊടയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു, ജസ്റ്റ് മഴയൊക്കെ കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട്. ലൈറ്റ് നമ്മളൊരു ആംഗിളിൽ പിടിച്ചു കഴിഞ്ഞാൽ മാത്രം ആ ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കഴിഞ്ഞാൽ ലൈറ്റ് പോകുന്നുണ്ട്. അതൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളമായി. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയും നാളത്തെ ഒരു പകലും മൊത്തം ഇതുപോലെ മഴ പെയ്യുകയാണെങ്കിൽ ഏകദേശം നമ്മൾ ചെരുപ്പൊക്കെ വെച്ചിട്ട് ഇറങ്ങിയില്ലേ ആ സൈഡിലേക്കൊക്കെ വെള്ളം കയറും കേട്ടോ. ഇപ്പോൾ ഇത് നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാനായിട്ട്, കയറി വരാനായിട്ട്. മങ്ങിപ്പോയി ക്യാമറയിൽ വെള്ളം വീണിട്ടാ, ഫ്രണ്ട് ക്യാമറയാണ് ഉപയോഗിക്കണേ. അപ്പോൾ അതിൽ വെള്ളം വീണിട്ടാണ് ഇങ്ങനെ ബ്ലറായി പോയിക്കണേ. ഗൈസ് ഞാൻ വീണ്ടും കുട എടുത്തിട്ടാ, മഴ കൂടിക്കഴിഞ്ഞപ്പോൾ കുട എടുത്തതാണ്. അതൊക്കെ ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട്. ഈ സൈഡിൽ കൂടെ ഒരു ചാല് പോകുന്നുണ്ട് കേട്ടോ. ആ ചാലിൽ കൂടെ അങ്ങോട്ട് മീൻ കയറുന്ന ഒരു ടൈമാണ് ഇപ്പം ആക്കുക. ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കണമല്ലോ, നമ്മളവിടെ നോക്കി കഴിഞ്ഞപ്പോൾ വെള്ളം കുറവായിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷെ ഇങ്ങോട്ട് പോരും തോറും വെള്ളമുണ്ട് അത്യാവശ്യം. എനിക്ക് തോന്നണത് നമ്മളിപ്പോൾ നിൽക്കണത്, എനിക്ക് തോന്നണതേ അന്ന് ആ കിളിയുടെ മുട്ട കണ്ടില്ലേ, ആ ഏകദേശം ആ ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കണത്. ഇവിടെ ആയിരുന്നു ആ സ്പോട്ട്. ഒക്കെ പോയി, നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, അതൊക്കെ പോയിട്ടുണ്ടാവും. ഉണ്ടാ ആ മുട്ടയൊക്കെ വിരിഞ്ഞ് കിളിയൊക്കെ പറന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഭാഗ്യം, നമുക്ക് സന്തോഷമുള്ളൂ. ആ സൂപ്പർ കേട്ടാ, നല്ല മഴ നോക്കി, എൻ്റെ പൊന്നേ അടിപൊളി. അപ്പം എന്തായാലും ഇനി മഴ അധികം നേരം ഞാൻ കൊള്ളണില്ല, ഞാൻ പോവാണ് തിരിച്ച്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ഓക്കെ ബൈ.